നമസ്കാരം. രഞ്ജീഷ് നെല്ലിമുകൾ ആംസ് കറവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്വന്തമായിട്ടൊരു അക്വേറിയം പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കൈ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ച് ചെറിയ ചെറിയ ശില്പങ്ങളും അതുപോലുള്ള ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യുകയാണ്. ഇത് കണ്ട് നിങ്ങളുടെ വീട്ടിൽ അക്വേറിയങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ സ്വന്തമായിട്ട് ചെറുതായിട്ട് സെറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോഴിത് ആകെ കുളമായിട്ട് കിടക്കുക. നമ്മളിതിൻ്റെ കളറേ മാറ്റും. ഇതിനകത്ത് കുറേ സെറ്റപ്പൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം. അപ്പോൾ ഈ അക്വേറിയത്തിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു 5-6 ചിരട്ട എടുത്തിട്ടുണ്ട്. ഈ ചിരട്ടയ്ക്കകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു തടി കഷ്ണം വെച്ചാണ്ട് ചിരട്ടയിൽ ഇങ്ങനെ ഒട്ടിച്ച്, പിന്നെ ചിരട്ടയ്ക്കകത്ത് ചെയ്യുന്നതാണ് പുട്ടി നമ്മളെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കളർ ചെയ്യാനായിട്ട് അക്രലിക് പെയിൻറ്റ് ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് ഇതിനകത്ത് കുറേ വർക്ക് ചെയ്ത് വെക്കാം. ഈ അക്വേറിയം നമ്മുടെ കയ്യിലിരുന്ന ഗ്ലാസ് കൊണ്ടൊക്കെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്ത അക്വേറിയം. അപ്പോൾ ഒരു ചിരട്ടയിൽ നമ്മൾ ഇതുപോലൊരു തടിപ്പീസ് പൊട്ടിച്ചെന്ന് പറഞ്ഞു. അതിനകത്ത് 2-3 ചെറിയ റീപ്പയുടെ പീസ് എടുത്തിട്ട് ഇങ്ങനെ കവരം പോലെ 2-3 കവരം പോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ കവരം പോലെ ഒട്ടിച്ചെടുത്തു. ഓരോരുത്തരുടെ ഐഡിയയിൽ എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചൊക്കെ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചേക്കുക. കവരം പോലെ 2-3 കവരം പോലെ ഒട്ടിച്ചെടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ പുട്ടി കൊണ്ടുവന്ന് കുഴച്ച് തേക്കാനുള്ള ഒരു ഐഡിയ. അങ്ങനെ പുട്ടി കൊണ്ട് തേച്ച് ഈ കവരം പോലെ ഇരുന്നത് മരം പോലെ ആക്കിയിട്ടുണ്ട്. മരത്തിൻ്റെ ഒരു ഷേപ്പാക്കി, മരം പോലെ ചില്ലകളൊന്നും ഇല്ലാത്ത ഒരു മരത്തിൻ്റെ ഒരു ശിഖരവും ഒരു മരത്തിൻ്റെ തടിയുമായിട്ട്. നമ്മൾ ഇതുപോലെ കുറച്ച് കമ്പി, ഇതേപോലുള്ള കമ്പി മുറിച്ച് വളച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വളച്ചെടുത്തേക്കുക. ചെറിയൊരു കൊളുത്തുമുണ്ട്. ഇവിടെ ഒരു ചുറ്റിട്ടുണ്ട്, ചുറ്റി പോലെ. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു കൊളുത്തുമുണ്ട്. ഇതിനകത്ത് നമ്മളിനി പുട്ടി കൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചേക്കാണ് ഈ കാണുന്നത്. ഇത് 1 മണിക്കൂറോളം വെള്ളത്തിലിങ്ങനെ ഇട്ട് വെച്ചേക്കണം. പെയിൻറ്റിൻ്റെ കെമിക്കലും പുട്ടിയുടെ ആ ചൂടും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി. എന്നിട്ടേ നമ്മൾ അക്വേറിയത്തിലോട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അക്വേറിയത്തിലോട്ട് മാറ്റാം. അക്വേറിയം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനെ കുറച്ച് മണൽ ഇതിനകത്തോട്ട് ഇടുകയാണ്. തോട്ടിൽ നിന്ന് വാരി മണൽ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇടുകയാണ്. നമ്മൾ അക്വേറിയത്തിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമ്മൾ പണിഞ്ഞു വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളും കൂടെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മീനെ ഇടാം. അങ്ങനെ നമ്മൾ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും അക്വേറിയത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്.
കഴിഞ്ഞ വീഡിയോയിലെ ചിത്രം കണ്ണൻ മലങ്കാവ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന് സമ്മാനമായി നൽകിയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ അയക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.